പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക് വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ഇത് 2 പീസ് ആയിക്കോട്ടെ 3 പീസ് ആയിക്കോട്ടെ നമ്മൾ ഒത്തിരി കൊണ്ടുവരാറുണ്ട്, പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാറുണ്ട്. അതിന് അത്രയും തന്നെ എൻക്വയറിയും റിക്വയർമെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 2 പീസ് സെറ്റിനകത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ട്രൈ ചെയ്യാറുണ്ട്. ഓരോ പ്രാവശ്യം കൊണ്ടുവരുമ്പോൾ പ്രിൻറ്റ് ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെ മോഡലും ഡിഫറെൻ്റ് ആണ്. ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഈ ഒരു ഷോളിനക്കും അതുപോലെ തന്നെ ഫ്രണ്ടിൽ കുറച്ച് ഭാഗത്തായിട്ട് പ്ലീറ്റ്സും വരുന്ന രീതിയിലാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര എയറിയാണ്, ഭയങ്കര സ്പേസ് ഉണ്ട് ഇവിടെ ഫ്രണ്ടിലേക്ക്. പക്ഷേ അത് നമ്മളിങ്ങനെ സൈഡിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് അത്രയും സ്പേസ് ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അതല്ല, ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ നോർമൽ ഒരു എ ലൈൻ പോലാണ്, ബാക്കിൽ നോർമൽ എ ലൈൻ, ഒരു പ്ലീറ്റ്സ് ഒന്നും തന്നെ ഇല്ല. വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാനും പറ്റും, എന്നാൽ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കുമാണ്. ഡെയിലി വെയറിനൊക്കെ ബെസ്റ്റാണ്. കോട്ടൺ ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നതും പ്രിൻറ്റഡ് കോട്ടണിനാണ്. സ്ട്രേറ്റ് കട്ട് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 1299 ആണ്. അബ്സല്യൂട്ട്ലി വർത്ത് ആണ് ഈ ഒരു കൈൻഡ് ഓഫ് അറ്റയർ ഈ ഒരു പ്രൈസിന്, ഈ ഒരു ക്വാളിറ്റിയിൽ വരുന്നത്. ഇപ്പം നമ്മുടെ തന്നെ നോക്കിയാൽ മതി, മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമുക്ക് കിട്ടുന്ന ടോപ്പിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ഇറങ്ങിയിട്ടായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ സിഗരറ്റ് ഫിറ്റ് ബോട്ടംസ് ഒക്കെ ഇടുമ്പോഴത്തേനും ലെങ്ത് കുറച്ച് നിൽക്കുന്നതാണ്, അതായത് കുറച്ചും കൂടി വരുന്നതാണ് എപ്പോഴും ഭംഗി. അതിന് നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് സ്റ്റൈൽ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇത് ലെങ്ത് കൂടുതലാണെങ്കിൽ കുറച്ച് ഓൾട്ടർ ചെയ്യാം. പക്ഷേ യൂഷ്വലി നമുക്ക് വരുന്നത് ജസ്റ്റ് മുട്ടിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിലാണ്. പക്ഷേ ഇതങ്ങനല്ല, ഇത് കുറച്ചുകൂടി താഴ്ത്തി വരുമ്പോഴാണ് ശരിക്കുള്ള ആ ഒരു എലിഗൻറ്റ് ഫീല് വരിക. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ എൻറ്റയർ ലുക്കിനെ കംപ്ലീറ്റ് ആയിട്ട് എൻഹാൻസ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും. ഇതിൻ്റെ കളേഴ്സ് ഉണ്ട്, നമുക്ക് വേഗം നോക്കാം. 7 വർക്കിംഗ് ഡേയ്സിലാണ് ഡിസ്പാച്ച് വരിക. 1299. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ബ്ലൂവിനകത്ത് ഈ ഒരു കൈൻഡ് ഓഫ് ഒരു പ്രിൻ്റാണ്, ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് പോയിട്ടുള്ളത്. പേര് ചെയ്യുന്ന ബോട്ടം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാലും ഈ ഒരു ബ്ലൂവിൽ തന്നെ ഈ ഒരു കൈൻഡ് ഓഫ് ഒരു പ്രിൻറ്റ്. പ്രൈസ് വരുന്നത് 1299. റെഡി ടു ഡിസ്പാച്ച്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിനകത്തും ഇതുപോലെ തന്നെ സെയിം ഒരു പാറ്റേണിലാണ് വരുന്നത്. ബോട്ടം വന്നിരിക്കുന്നതും ഇതുപോലെ ഒരു ഫ്ലോറൽ പ്രിന്റ് കോട്ടൺ ഫാബ്രിക് തന്നെയാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലെ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ്. പ്രൈസ് വന്നിരിക്കുന്നത് 1299. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് പർപ്പിൾ ഷെയ്ഡാണ്. അതിനകത്തേക്ക് ഇതുപോലത്തെ കൈൻഡ് ഓഫ് ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ബോട്ടം വന്നിരിക്കുന്നത് സ്ട്രൈപ്പ് പാറ്റേണിലെ പിങ്ക് ആണ്. പ്രൈസ് വരുന്നത് 1299. റെഡി ടു ഡിസ്പാച്ച്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഇച്ചിരി ഒരു ഡാർക്ക് ടോൺ ഓഫ് ബ്ലൂ ആണ് കേട്ടോ. അതിനകത്തേക്കും സെയിം ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. പെയർ ചെയ്യുന്ന ബോട്ടം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്ലൂവിൽ ഇതുപോലെ സ്ട്രൈപ്പ് വരുന്നത്. പ്രൈസ് വരുന്നത് 1299. റെഡി ടു ഡിസ്പാച്ച് പ്രൊഡക്ട്സ് ആണ്. ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. 7 വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഡിസ്പാച്ച് വരിക. ഓർഡർ റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ്, കൺസേൺസ്, ഇഷ്യൂസ് ഉള്ളവർ വെബ്സൈറ്റിലെ കംപ്ലയിൻറ്റ് പോർട്ടൽ റേസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ info@lollipopsboutique.com എന്നുള്ള മെയിലിലേക്ക് സപ്പോർട്ട് ചെയ്യും, നിങ്ങൾ അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യും. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒരു ഡിലേ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ ഐ ഡി കൂടി മെൻഷൻ ചെയ്യുക. അപ്പം സപ്പോർട്ട് ടീമിന് കറക്റ്റായിട്ട് നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് റിപ്ലൈ പ്രതീക്ഷിക്കരുത്, ബിക്കോസ് എപ്പോഴും കമൻറ്റ്സ് നോക്കുന്നതായിരിക്കില്ല. നോക്കുമ്പോൾ എന്താണെങ്കിലും റിപ്ലൈ. താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ.